പ്രിയരെ, നമുക്ക് സുപരിചിതമായ കറ്റാർ വാഴയെക്കുറിച്ചാണ് ഇന്നത്തെ അവതരണം. ഇന്ത്യയിൽ ഒട്ടാകെ ഔഷധത്തോട്ടങ്ങളിലും വീടുകളിലും നൈസർഗികമായും വച്ചുപിടിപ്പിച്ചും വളരുന്നു. സംസ്കൃതത്തിൽ ഹൃതകുമാരി, ഗൃഹകന്യ, ഹിന്ദിയിൽ ഹീഗു ദൗർ, ബംഗാളി ഹൃതകുമാരി, തമിഴിൽ കാട്ടോലി, തെലുങ്ക് ഹുസ സമസര, കുടുംബം ലില്ലിയസി, ശാസ്ത്രനാമം അലോവര. അലോയിമോണിൻ എന്ന ബാഷ്പശീല സത്വം ഇതിൽ അടങ്ങിയിരിക്കുന്നു. രാസാദി ഗുണങ്ങൾ: രസം, തിക്തം, മധുരം. ഗുണം: ഗുരു, സ്നിഗ്ധം, പിച്ചിലം. വീര്യം: ശീതം. വിപാകം: കടു. ഇതിന്റെ കറയിൽ നിന്നുമാണ് ചെന്നിനായകം ഉണ്ടാക്കുന്നത്. ഇതിന്റെ ഔഷധയോഗ്യമായത് പോളയിലെ ജെൽ ആകുന്നു. പൊള്ളലിനും നീരിനും ആർത്തവ സംബന്ധമായ വയറുവേദന, കുഴിനഖം എന്നിവയ്ക്കും ഉപയോഗിക്കുന്നു. 90% ജലാംശമുള്ള കറ്റാർവാഴ പ്രകൃതിദത്ത സൗന്ദര്യവസ്തുവാണ്. മുഖക്കുരു, കരുവാളിപ്പ്, ചൊറിച്ചിൽ എന്നിവയ്ക്കും മുഖചർമ്മത്തിന് മൃദുത്വം പ്രദാനം ചെയ്യുന്നു. മുടിയിൽ പുരട്ടിയാൽ മുടിക്കായ് പോവുകയും ചെയ്യും. 1 ടീസ്പൂൺ തേൻ, 1/2 ടീസ്പൂൺ മഞ്ഞൾ, കറ്റാർവാഴ ജെല്ല് കൂടി മുഖത്ത് 20 മിനിറ്റ് തേച്ച് പിടിപ്പിക്കുക. മുഖകാന്തിക്ക് ഉത്തമമെന്ന് നാട്ടുവൈദ്യത്തിൽ പറയുന്നു. ശുക്ലവും ബലവും വർദ്ധിപ്പിക്കുകയും ജരാനരകളെ അകറ്റി നിർത്തുമെന്നും പറയപ്പെടുന്നു. വിറ്റാമിൻ സി, ഇ, ബീറ്റാ കാരോട്ടിൻ എന്നിവ ഇതിൽ അടങ്ങിയിരിക്കുന്നു. ചുവന്ന കറ്റാർവാഴ കാൻസർ കോശങ്ങളെ നശിപ്പിക്കാൻ കഴിയുമെന്ന് പറയപ്പെടുന്നു. കുഷ്ഠം, കൃമി, വ്രണം, രക്തപിത്തം തുടങ്ങിയ ഒട്ടനവധി രോഗങ്ങൾക്ക് കറ്റാർവാഴ ഉത്തമം തന്നെ. ഉള്ളിൽ കഴിക്കുന്നതിന് വിദഗ്ധ ഉപദേശം സ്വീകരിക്കുക തന്നെ വേണം. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ കരുതുന്നു. എൻ്റെ പേജ് ലൈക്ക് ചെയ്യുക. യൂട്യൂബ് ചാനൽ സന്ദർശിക്കുമല്ലോ. സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഷെയർ ചെയ്യുമല്ലോ. സ്നേഹപൂർവ്വം, ജേക്കബ് മാത്യു ഇലഞ്ഞി.